ജംഗ്ഷനിലെത്തി നമ്മൾ. എന്തെങ്കിലും കഴിച്ചാലോ അച്ഛനെ? മെയിൻ ഇഷ്ടമുള്ള 2 വ്ളോഗേഴ്സ് ഉണ്ട്, ഈ ബുൾജെറ്റ്. അവരിങ്ങനെ ഈ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പാടുന്ന പാട്ടെ ഈ ഇങ്ങനെയുള്ള ഏരിയയും പിന്നെ അല്ലാതെ ഈ മഞ്ഞുമല അങ്ങനെയൊക്കെ പോകുന്ന അവർ പാടുന്നത്. നോക്കൂ കാണൂ ഈ പ്രപഞ്ചം നൽകിയിടുന്നു പക്ഷികൾ എല്ലാം ഇഷ്ടപ്പെട്ടില്ല? സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടാ? കുഴഞ്ഞ ഞാൻ ഓടിക്കാം. നിർത്തന്നേ, ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞാൻ ഓടിക്കാം. വളവ് കഴിഞ്ഞിട്ട് നിർത്തും കേട്ടാ. അവൻ എനിക്ക് വണ്ടി ഓടിക്കാൻ തരുന്നില്ല, അവൻ തന്നെ ഓടിക്കുവാന്ന് പറഞ്ഞു. ഓണ്ടടിയാൻ ആയാ അന്ന് അടിച്ചാലാ ആയെന്ന് തോന്നല്ലേ? റെഡിയായി. ഹോട്ടലാണോ? അല്ല ഹോട്ടലൊന്നും അല്ല കിട്ടോ. കയറിപ്പോ. എന്തെല്ലാം തരത്തില് കലാസൃഷ്ടികൾ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കും നമുക്ക് കാണാൻ വേണ്ടി. ഇതൊക്കെ കാണാതെ എങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റും? ഭൂമിയിൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ മലബാറിൽ എന്തെല്ലാം കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി ഉള്ളത്. എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ പലതും കാണിക്കാൻ പറ്റുമെന്ന് അന്ന് ഞാൻ ഒറ്റയ്ക്കല്ലേ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പം നേരെ പൊക്കോട്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു ഓഫായ സംസാരിച്ചുകൊണ്ടിരുന്ന വണ്ടി ഓഫായി പോയി. പിന്നെ അത് ഓണായിട്ട് പിന്നെ ഒന്ന് ഫോണ് വിളിച്ചു. അതുകൊണ്ട് പിന്നെ സംസാരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഇല്ലേ, ഞാൻ ഈ പല വീഡിയോയിലും കൂടുതലൊന്നും സംസാരിക്കാതെല്ലാം കാണിച്ച് മാത്രം പോകുന്നത്. ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്ക് വണ്ടി നമ്മൾ ഓടിച്ച് ഒറ്റയ്ക്ക് പോവല്ലേ, അപ്പം എല്ലായിടും നിർത്തി സംസാരിച്ചത് ഭയങ്കര ഒരു പാടാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടം, അതാണ് എനിക്ക് ഇഷ്ടം. എല്ലായിടും നിർത്താൻ പറ്റുന്നത്. ഇതാകുമ്പോഴത്തേക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫോൺ എടുത്ത് അതങ്ങ് വീഡിയോ എടുത്ത് സംസാരിച്ചാൽ മതി. അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാ കാണത്ത് ഇത് എവിടെ നിർത്തിക്ക്? അല്ല അപ്പുറത്ത് കാണാം, അവിടെ നിന്ന് പൊയ്ക്കും. ഫ്രണ്ടിലുണ്ട്. അതെല്ലാം കൂടെ പെയ്താൽ നല്ല രീതിയിലെടുക്കും. ഇവിടെ നല്ല തണുപ്പുണ്ടല്ലേ? തണുപ്പ് എന്താ വീടൊക്കെ ഉണ്ട് അവിടെ. നമ്മളിപ്പോ എരുമേലി അങ്ങോട്ടിടാ. അങ്ങോട്ട് വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല മകനെ, മറക്കാൻ പാടില്ല. എൻ്റെ കൂടെ വരുന്നവരെ കൊണ്ട് ഞാൻ വണ്ടി ഓടിപ്പിക്കുന്നതല്ല. ഞാൻ ആരായാലും എനിക്ക് തന്നെ ഓടിക്കണം. എന്ന് വെച്ചാൽ അതാ പറഞ്ഞത്, എനിക്ക് തന്നെ ഓടിക്കുന്ന ഇഷ്ടം. പിന്നെ ഇവന് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ പാവല്ലേ എന്ന് വെച്ച് കൊടുത്തതാണ് ഗ്യാസിന്. ആഗ്രഹം തീർത്തോണ്ടിരിക്കുക. ഹോണടിച്ച് തകർത്തോണ്ടിരിക്കുക. ഹോൺ നശിപ്പിക്കുക.
ഫോൺ നശിപ്പിക്കുവാണോന്ന് കേട്ടോ. കമ്പിളിപ്പതപ്പ് ഫോറസ്റ്റിനുള്ളിലൂടെ പോകുന്നുണ്ടോ. വന്യജീവി വകുപ്പാക്കാം. നല്ല കേറ്റാണ് വണ്ടി. റെയിൻകോട്ട് ഊരണ്ടേടാ. വണ്ടിയുടെ ബാഗിനകത്തോട്ടെ നമുക്കിവിടെ എവിടെയെങ്കിലും നിർത്തി റെയിൻകോട്ട് ഊരി വെക്കാം. കാരണം ഇത് ചൂടെടുക്കാൻ തുടങ്ങിയപ്പോൾ ഇനി മഴയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഊരി. എന്നിട്ട് ഡ്രൈവർ മാറുന്നുണ്ടോ? ഇല്ല. എന്താ ഡ്രൈവർ മാറാത്ത? എന്താ തലയോ? ഡ്രൈവർ മാറുന്നുണ്ടോ? നമ്മളിതേ റെയിൻകോട്ടെല്ലാം ഊരി, അവനും റെയിൻകോട്ട് ഊരി ബാഗിനകത്തോട്ടെല്ലാം എടുത്ത് വെച്ച്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോകാം. കുറച്ച് നേരം ഡ്രൈവർ എൻ്റെ ഡ്രൈവറാണ്. ഡ്രൈവർ ഒന്ന് റെസ്റ്റ് എടുക്കുക. ഡ്രൈവർ സുഖു ഇരുന്ന് കഴിഞ്ഞാൽ നീ നടന്നു പോവാ, ഞാനങ്ങ് പൊക്കോട്ടെ. ആണോ? അപ്പോൾ വല്ലാത്തൊരാ പൂതിയായിപ്പോയി. നമ്മൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് ചൂട് കഞ്ഞിയുണ്ട്. നിനക്ക് വേണോ ചൂട് കഞ്ഞി? സീറ്റ് തണുപ്പാ. അത് മറ്റേ തൊപ്പിക്കകത്തോടെ ഇട്ടതിൻ്റെ അല്ലേ അല്ലേ? അല്ല, ഇപ്പം നന്നായിട്ട് നനഞ്ഞിരിക്കുന്നു. അത് മഴയത്ത് നീ ക്ലാസ് പൊക്കി വെച്ചോണ്ടിരുന്ന റെയിൻകോട്ടൊക്കെ ഊരി എന്താടാ കൈയൊക്കെ എന്തോ പോലെ. അത് ഊരിയതിൻ്റെ മറ്റേത് ആ റെയിൻകോട്ട് കിടന്നപ്പം അതിൻ്റെ ആ ഒരു ഇതിലാണ് പോയത്. പുലിക്കുന്ന് റോഡ്. കുറേലൊരു കാറുണ്ട്, അവരെ അങ്ങ് കയറ്റിവിട്ടേ. ഒതുക്കിക്കൊണ്ട് കോളമല്ലേ. അപ്പം റെയിൻകോട്ട് ഊരിപ്പോൾ ഒന്നുകൂടെ തണുക്കുന്നില്ലേ? നല്ല രീതിയിൽ തണുക്കുന്നു. നേരത്തെ കാട്ടി തണുപ്പായോ? ആ രാത്രി വന്നാലുള്ള അവസ്ഥയൊക്കെ മോനെ. അല്ലേ, നമ്മൾ നേരത്തെ കണ്ടില്ലല്ലേടാ വലയൊക്കെ ഇട്ട്. റംബൂട്ടാൻ്റെ ഒരെണ്ണം ഞാനങ്ങനെ കണ്ട്. ഇത് അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിയുണ്ട്. നമുക്ക് പത്തനംതിട്ട റൂട്ടിലാണ് പോകേണ്ടത് കേട്ടോ. നിന്നെപ്പോലെ കുറേ വാഴകൾ. ഉള്ളത് കൊണ്ട് ഓണം പോയത്. നമ്മൾ ഇവിടെ ഡിണ്ടുകൾ എത്താറായി. ഇപ്പം തേനി ഡിണ്ടുകൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഡിണ്ടുകൾ എത്തും. നീ കേട്ടിട്ടുണ്ടോ ഡിണ്ടുകളൊന്ന്? ഇവിടെ നമ്മളിപ്പോൾ പോകുന്നപ്പോൾ എത്തും, ഡിണ്ടുകൾ എത്തും. ഇപ്പോൾ അടുത്ത കോഴ്സിനകത്ത് എന്തോടാ കേട്ടില്ല? ആ നമ്മൾ ഏത് അതൊക്കെ കഴിഞ്ഞു.
അവൻ അവിടെ നിൽക്കും, അവിടെ നിന്ന് വണ്ടി വരും. പക്ഷേ ഇതുണ്ട് വെള്ളം വരുന്നുണ്ടോ? അവിടെ വീഡിയോ നമുക്ക് മുന്നോട്ട് പോകാൻ എങ്ങനെയുണ്ട് യാസിന് ഫോറസ്റ്റിനകത്തോടുള്ള യാത്ര? എന്താ ലൈറ്റ് കത്തുന്നുണ്ട്. നല്ല തണുപ്പല്ലേ ഇവിടെ? വന്ന ഇതുവഴിയൊക്കെ മണിമല ഗ്രാമപഞ്ചായത്തിലേക്ക് നമുക്ക് സ്വാഗതം. ആയിക്കോട്ടെ, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. തോട്ടത്തിലോട്ട് കയറി. അവരുടെ വ്ളോഗ് നമ്മളെ എടുക്കുന്ന ഒരു സൈക്കിള് യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പം പൊക്കോണ്ടിരിക്കുക. ഇപ്പം മക്കപ്പുഴ ഇവിടെ ഇതുണ്ടാവും. അങ്ങോട്ട് പോവാം തിരിച്ച് വീട്ടിലോട്ടെ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഇനി ഭക്ഷണം കഴിക്കണം. പിന്നെ നമുക്ക് പോകണം കുറച്ച്. ഇത്ര നേരം അവനായിരുന്നു ഓടിച്ചത്. ഇപ്പം ഞാൻ ഓടിക്കാൻ എടുത്തതാണ്. അവൻ ഓടിച്ച് അവൻ കുറേ നേരം കൊണ്ട് ഓടിക്കുക. എനിക്ക് ഓടിക്കാൻ ഇതുവരെ ഇല്ലാത്തത്. ഇപ്പം പിടിച്ച് മേടിച്ചതാണ്. നമുക്കിനി എവിടെയെങ്കിലും ഒരു ഹോട്ടൽ നോക്കി ഭക്ഷണം കഴിക്കാൻ. നമുക്ക് ഹോട്ടലൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളത് ഇവിടെ വടയും എന്തെങ്കിലും മേടിക്കാം. ഞാനെന്താ നോക്കാം ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ. എനിക്കാണെങ്കിൽ നല്ല തണുക്കുന്നത്. ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് ഇവിടുന്ന് ബൂസ്റ്റും ചായയും. ഞാൻ ബൂസ്റ്റ് കുടിച്ച് അവൻ ചായയും കുടിച്ച് വടയും. അല്ലേ, കൊള്ളായിരുന്നു അല്ലേ യാസിന്? അടിപൊളിയായിരുന്നു അല്ലേ? നല്ലതായിരുന്നു. ലൈവായിട്ട് തന്നെയാണ് പെട്ടെന്ന് ഇവിടെ ലൈവായിട്ട് പെട്ടെന്ന് ഒത്തിരി ചെയ്ത് വെക്കുന്നതാണ്. റാന്നിയായി റാന്നി. ഫോണിൻ്റെ ഒക്കെ ചാർജ് കുറഞ്ഞത്. പവർ ബാങ്ക് ഇതിനകത്ത് വണ്ടിയിൽ നിന്നുള്ള കണക്ഷനിൽ നിന്ന് ചാർജ് ചെയ്യാനിട്ടിരിക്കുക. അതിനകത്ത് അവിടുന്ന് അതൊക്കെ വെച്ചേക്കുക. ഞാൻ ആ മഞ്ഞ കളറിൽ കാണുന്ന കവറാണ്. അത് അതിനകത്തോട്ട് വെള്ളം കയറാതിരിക്കാൻ തൽക്കാലം വെച്ചാൽ അതിന് വേറൊരു ഇത് കവറിങ് ഒക്കെ ചെയ്യാനുണ്ട് അവിടെ. നമ്മൾ തമിഴ്നാട് പോകുന്നതിന് മുന്നേ ചെയ്യുമല്ലോ. അവൻ്റെ ഫോണിനകത്ത് ലൊക്കേഷൻ കാരണം എൻ്റെ ഫോണിപ്പോൾ 4 നിമിഷങ്ങൾക്കുള്ളിൽ ചാർജ് തീരും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. നമുക്കിനി അടുത്ത യാത്ര ഉടനെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അല്ലാതെ ഞാൻ വരും. അതിലിപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. അടുത്ത വീഡിയോ എന്തായാലും ഉടനെ ഉണ്ട്, നമുക്ക് കാണാം. പിന്നെ എന്തുവാ, എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ വന്ന്
മുന്നേറട്ടെന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ടാറ്റാ ബൈ.